എൻട്രിയുടെ ഒരു പ്രൊമോയില് ഒരു ഷോട്ടൊക്കെ ഇട്ട് ക്യാൻഡിൽ ഒക്കെ ഊതുന്ന അത് പിന്നെ നമ്മൾ കാണിച്ച ഭയങ്കര ഫണ്ണായിരുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് തോന്നിയിരുന്നോ ഇത് പിന്നെ കാണുമ്പോ ഫണ്ണായിരിക്കും? അങ്ങനെ അല്ല, അത് വെച്ചാല് ഞാൻ നിന്ന രീതിയുടെ വ്യത്യാസം. ഓക്കെ ഞാൻ ആ ക്യാൻഡിൽ ഊതിയ ആ സാധനം, ആ ഒരു ഗെറ്റപ്പാണ് ഞാൻ അവിടെ ഫുൾ പിടിച്ചിരുന്നെങ്കിൽ അത് ചിരിക്കൂലായിരിക്കും. അതെ അതെ ആ ദൈവം ഇവൻ അവിടെയും ടറായിരുന്നു എന്നേ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എല്ലാവരും ഭയങ്കര മിങ്കിളായി. ഞാൻ എൻ്റെ ക്യാരക്ടറിൽ തന്നെ നിന്നു. എൻ്റെ ഒരു ഏറ്റവും വലിയൊരു വാശിയായിരുന്നു എന്തൊക്കെ വന്നാലും ഞാൻ എൻ്റെ ക്യാരക്ടറിൽ നിൽക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ ക്യാരക്ടർ ചിലപ്പോൾ എൻ്റെ ക്യാരക്ടറിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടന്റ് കൂടുതൽ കിട്ടിയെന്ന് വരത്തില്ല, പക്ഷെ ജനങ്ങൾ എന്നെ സ്വീകരിക്കും. ഞാൻ അതാണ് ചൂസ് ചെയ്തത്. ഒന്നെങ്കിൽ കണ്ടന്റ് കൂടുതൽ എടുത്ത് മേളോട്ട് കയറുക, ഇല്ലെങ്കിൽ ഞാനായിട്ട് നിന്നിട്ട് ജനങ്ങളെ സ്വീകാര്യത നേടുക. ഏതാണ് വേണ്ടത് അതാണ് ഞാൻ ചൂസ് ചെയ്തത്. ഞാനത് ചൂസ് ചെയ്തത് ഇതാ. കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ലൈഫുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് സിനിമയൊക്കെ ചെയ്യാനുള്ളത്. അപ്പം ഈ ജനങ്ങളുടെ സ്വീകാര്യത വേണം. അപ്പം ഞാനല്ലാതെ ഈ കണ്ടന്റും ചെയ്ത് ഇവിടെ അടിയുണ്ടാക്കി അത് അങ്ങനത്തെ ഒരു ഇതിനു വേണ്ടി പോകണ്ട എന്നുള്ളത് ഞാൻ ചൂസ് ചെയ്തു. അങ്ങനെ ഞാൻ നിന്നു. ഞാൻ ധൈര്യത്തോടെ നിന്നു. ജനങ്ങൾ കറക്റ്റ് തന്നെ സ്വീകരിച്ചു. എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് ഒരു ഭയങ്കര ഒരു ലക്കായിരുന്നു എൻ്റെത്. ഓക്കെ, ബിഗ് ബോസ് ഇപ്പൊ ഇപ്പോഴും ട്രെൻഡിങ്, ഓരോ സീസൺ വരുമ്പോൾ ഓരോ ട്രെൻഡിങ്. ഇപ്പോൾ സീസൺ 7 കാണാറുണ്ടോ? ഞാൻ അങ്ങനെ വലുതായിട്ട് കാണാറില്ല. എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അതിനകത്ത്, പക്ഷെ ഞാൻ അങ്ങനെ കാണുന്നില്ല. ഇപ്പൊ സീസൺ 7 എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ട്വിസ്റ്റും അങ്ങനെയാണ് അതിന്റെ ടാഗ് ലൈൻ പറയുന്നത്, 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല, വലിച്ചില്ല. റീൽസ് വരാറുണ്ട്. തോന്നിയിട്ടുണ്ടോ അങ്ങനെ 7ന്റെ പണി അല്ലെങ്കിൽ ഒരു കൊള്ളാം അങ്ങനെ ഒരു? അല്ല, അവരത്രയും പറഞ്ഞതിന്റെ അത്ര ആയിട്ടില്ല, പക്ഷെ അവര് ഇപ്പൊ 30 days, ഒരു 50 days കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കാം. 50 days വരെ നമ്മളൊന്നും ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. 50 days വരെ നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു. ഇതുവരെ അവർക്ക് ആ ഒരു ഇത് ഒന്ന്, പ്രത്യേകിച്ച് ഓരോ വട്ടം ഓരോ കൺസെപ്റ്റ് വരും. ഞങ്ങളുടെ കയ്യിൽ പവർ റൂം കൺസെപ്റ്റ്, അത് ജനങ്ങൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സിംഗിൾ ഗെയിം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഗ്രൂപ്പ് ഗെയിം കാണുമ്പോൾ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇപ്രാവശ്യം വന്നപ്പോൾ പണിപ്പുര, അത് ചിലപ്പോൾ ആൾക്കാർ ഇപ്പൊ ഈ വട്ടം പിന്നെയും പവർ റൂം വന്നിരുന്നെങ്കിൽ ആൾക്കാർക്ക് അറിയാം ഈ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത് അറിയാം. പക്ഷെ അതേ സമയത്ത് ഈ അത് പവർ റൂം അല്ല വന്ന് പണിപ്പുര എന്ന് പറഞ്ഞത് വന്നു. അപ്പോൾ ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടുന്നത് എന്താ എന്നുള്ള. അപ്പോൾ അതൊരു ഫെയിലിയർ അല്ല, ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് എനിക്കത് വലിയൊരു ഇത് തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ ഞാൻ വലുതായിട്ട് കാണുന്നില്ല. എൻ്റെ ഫ്രണ്ട്സിന്റെ എൻട്രി മാത്രം ഞാൻ കണ്ടു. ഇപ്പൊ അനുമോൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ അവള് കയറുന്നത് ഞാൻ കണ്ടു. പിന്നെ ലക്ഷ്മി വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നു. അപ്പൊ അവളുടെ ഒക്കെ എന്താന്നുള്ളത് നോക്കി അങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ ഒക്കെ ചിലപ്പോൾ വീഡിയോസ് അവരൊക്കെ അയച്ചു തരും അവരുടെ വീട്ടുകാർ. അപ്പൊ അതിരുന്ന് കാണും. അങ്ങനത്തെ ഒക്കെ മാത്രമല്ല. അപ്പൊ ഇവര് പോകുന്ന സമയത്ത് ഇങ്ങനെ അഭിഷേകിനോട് ഇങ്ങനെ ചോദിക്കല്ലോ, ഇങ്ങനെ ഞാൻ പോവാണ്, അപ്പൊ എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ, എങ്ങനെയാണ് അവിടെ അങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കാണുന്നത് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളാണ്, ഫാമിലീസ് ആണ് കാണുന്നത്. ഫാമിലീസിന് എന്താണ് വേണ്ടത് അതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ചിലപ്പം ഭയങ്കര ഒരു ഞാൻ പറയാം ഒരു ഭയങ്കര വോക്ക് തിങ്കിങ്ങോ ഇല്ല ഭയങ്കര ഒരു മുൻപോട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണെങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കാണുന്ന ഫാമിലീസ് അത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞു, അത് മാത്രം നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് പറയേണ്ടത് പറയാം, അവിടെ എന്തും പറയാം, പക്ഷെ അത് ലിമിറ്റിൽ അവരുടെ പോളിസീസ് എല്ലാം ഉള്ള രീതിയിൽ മാത്രമേ പറയാവൂ. പക്ഷെ ആ പറയുന്നെങ്കിൽ പറഞ്ഞു. പക്ഷെ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. കാരണം എനിക്ക് ഫാമിലി സപ്പോർട്ട് ഭയങ്കര കൂടുതലായിരുന്നു, അമ്മമാരുടെ സപ്പോർട്ട് ഭയങ്കര. അപ്പൊ അത് കിട്ടാൻ കാര്യം ഞാൻ ആ രീതിയിൽ അവരുടെ ഒരു മകനെ, അവരുടെ വീട്ടിലൊരു സാധാരണ ഒരു മകനെ പോലെ അവരെന്നെ കണ്ടുകൊണ്ടാണ് എനിക്ക് ആ സപ്പോർട്ട് കിട്ടിയത്. നിങ്ങൾക്ക് മകളാണോ അതോ അവരുടെ ശത്രുവാണോ എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ശത്രു ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പുറത്ത് സപ്പോർട്ട് വരും. ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അപ്പുറത്ത് ശത്രു ഉണ്ടാവും. അത് ഏത് ടൈപ്പ് ഓഫ് ശത്രുവാണെന്ന് നമുക്കറിയില്ല. അത് നമുക്ക് എന്താ ചെയ്യാം. അപ്പം അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ കാണും നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ ഈ രണ്ടുപേരും ഫാമിലി ഓറിയൻറ്റഡ് ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഫാമിലി സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് കാണുന്നത് ഫാമിലീസാണ്. നിങ്ങൾ പറയുന്നത് ഒരു സാധാരണ ഒരു അമ്മ അക്സെപ്റ്റ് ചെയ്യുന്ന സാധനമാണോ എന്ന് ചിന്തിക്കുക എന്ന് പറയും. ഓക്കെ, ഇപ്പം ഞാൻ അതിനകത്ത് എടുത്തൊരു കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടാണ് നിൽക്കുന്നത്. ഏതൊരു അമ്മയ്ക്ക് സ്വന്തം മകൻ നല്ല ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന വീട്ടുകാർക്ക് സ്വന്തം ബിഗ് ബോസിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കൺസേൺ ഉണ്ടായിരുന്നു, ഫാമിലി ഓഡിയൻസിനെ കാണും അങ്ങനെ ഒരു അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനകത്ത് എല്ലാവരും കയറുന്നത് ആൾക്കാർ കാണും. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് നാട്ടിലെ ഫാമിലീസ് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ എല്ലാവട്ടും ഞാൻ മിക്കവാറും വീട്ടിലൊക്കെ വെച്ചാൽ നല്ല ആവശ്യം കുഴപ്പമില്ലാത്ത ഡ്രസ്സ് ഇടും. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ശരി ഇതെല്ലാവരും കാണുന്ന, എൻ്റെ വീട്ടുകാരും കാണുന്ന, അവർക്കൊരു മോശം വരാൻ പാടില്ല. ഞാൻ എല്ലാ ദിവസവും ജീൻസ് ഷർട്ട് ആയിട്ടുള്ളത്. അപ്പൊ എനിക്ക് എല്ലാവരും എന്നോട് പറയും നിനക്ക് പ്രാന്താണ്, ഡെയിലി രാവിലെ തൊട്ട് രാത്രി ഒരു ജീൻസ്. ഞാൻ ആകെ 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഷോർട്സ് ടീഷർട്ട് ഇട്ടിട്ട് ഞാൻ ഉറങ്ങുന്നത്. അല്ലാത്ത പക്ഷെ ഞാൻ എന്നെ നിങ്ങൾ ഒരു വീഡിയോയിലും അല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ജീൻസ് അത് ആൾക്കാർക്ക് അത് ഞാൻ കൊണ്ടുവന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് അറിയത്തില്ല ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ അറിയത്തില്ല, പക്ഷെ ഞാനത് ചെയ്തു.
പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു അഭിഷേക് രാവിലെ എഴുന്നേറ്റ്, ഞാൻ നേരത്തെ എഴുന്നേക്കും ചെയ്യും, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അവിടെ പോകാൻ വേണ്ടി നിൽക്കുന്ന പോലെ നിൽക്കും. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. അവിടെ വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്ന അഭിഷേക്. ഞാൻ ഭയങ്കര ഫാഷനബിൾ അല്ല, പക്ഷെ ഞാൻ നല്ല ഷർട്ടും നല്ല പാന്റും ഒക്കെ ഇട്ട് നല്ലൊരു ഇതായിട്ട് നിൽക്കും. ഗെയിം വന്നാൽ മാത്രം 3/4 ഇതില്ല, രാത്രി 10 മണി ഓടാനൊക്കെ വേണ്ടി ഇടും. എന്നിട്ട് ഞാൻ ജീൻസ് ഇട്ട്, ഞാൻ ടിക്കറ്റ് പിന്നെ ഫസ്റ്റ് കോമ്പറ്റീഷൻ ജീൻസ് ഇട്ടാ പോയത്, എന്നിട്ട് ഞാൻ അത് ജയിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനത്തെ കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രം ഞാൻ ചിലപ്പോൾ ഒന്ന് 3/4 ആകും, ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് നിന്റെ ഡ്രസ്സിങ് നല്ലതായിരുന്നു. അപ്പോൾ അത് ആൾക്കാരെ അട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഓരോ ചെറിയ ചെറിയ പ്രവർത്തികളായിരിക്കും അവർക്ക് ഒരു ഇഷ്ടപ്പെടുന്നത്. അപ്പം അത് അങ്ങനെ ഒരു, അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ആൾക്കാർ നോക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ടിരിക്കുക, ഭയങ്കര അലമ്പ് ലുക്ക്. ഇപ്പം മേക്കപ്പും സാധനങ്ങളൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ എന്നാലും നമ്മൾക്ക് പറ്റുന്ന ഒരു ഇതുണ്ട്, ലുക്കുണ്ട്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറയുക. അങ്ങനെ അത് മാത്രമേ ഉപദേശം കൊടുത്തു. ബാക്കി നിങ്ങളായിട്ട് നിൽക്കുക. നിങ്ങളെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു ഇല്ലേ നാളെ നിങ്ങൾ പിടിച്ചു പുറത്താക്കും. അതെ, നിങ്ങളുടെ സീസണിൽ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വർക്ക് ആയെന്ന് ചോദിച്ചാൽ ഹാഫ് പോലെ ഫസ്റ്റ്, പിന്നെ പതുക്കെ ഓഡിയൻസ് മനസ്സിലായി പുതിയ കോൺസെപ്റ്റ് ആണല്ലോ. പക്ഷെ ഇപ്പൊ പവർ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ സീസൺ 7 2 ടീമുകളായി തുടങ്ങിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തുടക്കം തന്നെ 50 ദിവസം പോലെ ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ പോയാൽ 50ാമത്തെ ദിവസം സിറ്റുവേഷൻ എന്തായിരിക്കും ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ആവാൻ ഒരു റീസൺ എന്ന് തോന്നുന്നു? ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അവര് നല്ല ബുദ്ധിയുള്ളവന്മാരാണ്. ഈ ഗ്രൂപ്പ് പൊളിക്കാൻ അവർ സിമ്പിൾ ആയിട്ട് ഒരു ഗെയിം ഇട്ട് കൊടുക്കും. അതൊക്കെ നല്ല ബുദ്ധിയുള്ളവന്മാരാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തു, ഈ ഗ്രൂപ്പ് വെച്ച് ഇപ്പൊ നിങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്ത് ഈ സംസാരം വന്നു, കുറച്ചാണ് കഴിയുമ്പോൾ ഈ ഗ്രൂപ്പ് അവർ പൊളിക്കും. അവർ തന്നെ പൊളിക്കും. അവർക്ക് സിമ്പിൾ. ഇപ്പൊ ഞങ്ങള് മറ്റേ അതിനകത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നു, എന്തായിരുന്നു, ടിക്കറ്റ് ഫിനാലയുടെ ബോണസ് പോയിന്റ്. ഞങ്ങൾ ടീം, ഞാൻ, അർജുൻ, ജാസ്മിൻ, ഋഷി, ഞങ്ങൾ 4 പേരായിരുന്നു ടീം. നമ്മൾ ഇത്രയും കോമ്പറ്റീഷൻസ് ജയിച്ച് അവസാനം നമ്മൾ എല്ലാവരും ഭയങ്കര കമ്പനി ആയിട്ടിരുന്നപ്പോൾ ബിഗ് ബോസ് ടാസ്ക് വന്നു, ഈ ബോണസ് പോയിന്റ് ഒരാൾക്കേ തരത്തുള്ളൂ, നിങ്ങൾ 4 പേരിൽ ഒരാൾ. അവര് പ്രതീക്ഷിച്ചത് നമ്മളെ അടി ഉണ്ടാക്കി അവിടെ പിരിയുന്നുണ്ടായിരുന്നു. ഋഷി റെഡി ആയിരുന്നു, അടിക്കുള്ള റെഡി ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട്, അപ്പോൾ ജാസ്മിനും എല്ലാവരും സപ്പോർട്ട് ചെയ്തു, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, ഇത് അടി ഉണ്ടാക്കി അതിന് വാല്യൂ ഇല്ലാണ്ടാക്കണ്ട, നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്താണ് നമ്മൾ ബുദ്ധിപരമായിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്ത് ഋഷിക്ക് കൊടുത്തു. അപ്പൊ അങ്ങനെ അത് അവർക്ക് പൊളിക്കാൻ ഈസി. അവരൊക്കെ ഒരു ഗെയിം ഉണ്ടാക്കാൻ പറ്റില്ല, അവർ ഇത്രയും കാണുന്നല്ലേ. ഇപ്പൊ ഗ്രൂപ്പ് വെച്ച് അവർ കുറെ പ്രൊമോട്ട് തന്നെ തകർക്കും. നോക്കി ഓരോ ഗെയിം, ചിലപ്പോൾ ഒരു ഗെയിം ഒക്കെ ഇവർക്ക് വേണ്ടി ഇട്ട് കൊടുക്കും, ചിലപ്പോൾ ഇവരെ തന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും, എല്ലാം നടക്കും അവിടെ. ഹോട്ടൽ ടാസ്ക് അതുപോലെ തന്നെ ഇങ്ങനത്തെ ടാസ്കുകൾ വരില്ല. അപ്പൊ ഏത് പിന്നെ അലക്കുന്നത് അപ്പൊ ഏത് ടാസ്ക് വന്നാലായിരിക്കും ഇതൊന്ന് പൊളിക്കാൻ പറ്റുന്ന അങ്ങനെ തോന്നുന്നു. ഇപ്പൊ കഴിഞ്ഞ വട്ടം ഒരു സംഭവം വന്നായിരുന്നു, നോമിനേറ്റ് ചെയ്യാൻ 2 പേരെ വെച്ച് ബിഗ് ബോസ് വിളിച്ചു, എന്നെയും ജാസ്മിനെ വിളിച്ചു. പക്ഷെ ഞങ്ങൾ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അതേ സമയത്ത് ചിലരെ ഫ്രണ്ട്സിനെ ഒക്കെ ഒരുമിച്ച് വിളിച്ചിട്ട് പറയും നിങ്ങൾ 2 തീരുമാനിച്ചു. എന്തൊക്കെ പറഞ്ഞാലും അവിടുന്ന് പെട്ടെന്ന് പുറത്ത് പോകുക, എത്ര ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാലും പുറത്ത് പോകണം എന്നൊക്കെ പറയുന്നത് ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് കരിവാരി തേക്കേണ്ടി വരും. അതായിരിക്കും ചിലപ്പോൾ അടുത്ത ദേഷ്യത്തിലോട്ട് ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ വെച്ച് ബ്ലോക്ക് ആവും. ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ അവർ തന്നെ കൊണ്ടുവന്ന് ഇട്ട് തരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരും.